ഹായ്, കൃഷിയിടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സുന്ദരേശൻ നായർ കർഷകൻ്റെ കൃഷിയിടമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്തിരി വലുതാണ് കേട്ടോ, അതുകൊണ്ട് 2 പാർട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പേര്? എന്റെ പേര് സുന്ദരേശനായിരുന്നു. ഇപ്പൊ എത്ര ഏക്കർ ഉണ്ട് ഇവിടെ മൊത്തം? ഇപ്പൊ എനിക്ക് 2 ഏക്കർ 16 സെന്റ് ഉണ്ട്. ഇപ്പൊ എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ ചെയ്യണം? പടവലുണ്ട്, പാവലുണ്ട്, ചീരയുണ്ട്, പയറുണ്ട്, പിന്നെ വാഴ വെക്കുന്നത് വാഴയുണ്ട്, ചേനയുണ്ട്, അങ്ങനെയുള്ള എല്ലാ കൃഷിയുണ്ട്. ഇപ്പൊ ഇതിന്റെ വിത്തുകൾ ഇപ്പൊ നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? പിന്നെ ഞാൻ കാർഷിക വളയെന്ന് പറയും. കാർഷിക വള അല്ലെങ്കിൽ നല്ല ഇത് എന്നെ പോലുള്ളതായ കർഷകരെ നല്ല വിത്ത് നോക്കി വെച്ചെടുക്കും. അപ്പം ഇതൊക്കെ കൊണ്ടുവയ്ക്കുന്ന മാർക്കറ്റ് ഇവിടെ മാർക്കറ്റിലും കൊടുക്കും. പിന്നെ നമുക്ക് സ്ഥിര കച്ചവട പാർട്ടിയുണ്ട്. നമ്മള് സൈറ്റിൽ വന്ന് സാധനങ്ങൾ എടുക്കുന്നത്. ഞാൻ ഇപ്പോഴും കൊടുക്കുന്നത് അങ്ങനെയാണ്. മാർക്കറ്റിൽ വയ്ക്കുമ്പോഴത്തേക്ക് മൊത്തത്തിലല്ലേ എല്ലാം ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. പിന്നെ നമ്മളെ കൃഷിഭവന്റെ രീതിയിൽ വരണതിന് അതിന് കൊടുക്കുന്നു. ധാന്യമുണ്ട്, പയറൊക്കെ പോകുന്നുണ്ട്. എന്റെ പൈസ പയറൊക്കെയും നോക്കി ഞാൻ ഇപ്പൊ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചക്ക് മുമ്പാണെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ചെറിയ ചീര വെച്ചിട്ട് നല്ല ചോപ്പായിരുന്നു. വളമൊക്കെ എങ്ങനെയാണ് ഇവിടെ കൊടുക്കണം? വളം ജൈവവളം നമ്മൾ കൂടുതലും രാസവളം പേരിന് മാത്രം ഉപയോഗിക്കാതിരിക്കില്ല, ഉപയോഗിക്കണം വളരെ കുറച്ച് രീതിയിൽ. കൂടുതലും ജൈവവള കൃഷിയാണ്. എങ്ങനെ എത്ര ഡോസ് ആയിട്ട് എങ്ങനെയാണ്? എത്ര എങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്? ആഴ്ചയിൽ ഒരു ദിവസം രാസവള പ്രയോഗം, വളപ്രയോഗം ചെയ്യണം. ആഴ്ചയിൽ ഒരു ദിവസം, 2 ആഴ്ചയിൽ ഒരു ദിവസം. ഈ ചാണകവും കോഴിവളവും അങ്ങനെയൊക്കെ 2 ആഴ്ചയിൽ ഒരു ദിവസം. പിന്നെ അതാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. നമ്മള് ഭയങ്കര വിപണിയിൽ ഭയങ്കര വിലയാണ്. അതും അവിടെ ഹോൾസെയിൽ മൊത്തത്തിൽ എടുത്ത് വളക്കടയാണ്. മൊത്തത്തിൽ എടുത്ത് അങ്ങനെയും ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യത്തിന് വളക്കടയൊന്നും വായിക്കുന്നുണ്ട്. നമ്മൾ നേരെ കടയിൽ പോയി ചാക്കുംപൊടി എടുത്ത് കൊണ്ടുവന്ന് മെല്ലി കൊണ്ട് പിടിപ്പിച്ച് വെള്ളപ്പണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ലാഭം ഉണ്ടാവും. നമ്മൾ മാർക്കറ്റ് വിലയ്ക്ക് വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടെ എക്സ്പെൻസീവ് കൂടുതലാണ്. അങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇതിന്റെ പ്രാണികളും അങ്ങനെ ശല്യങ്ങളൊക്കെ അവര് പറയുന്ന കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം പറഞ്ഞതായ ഉപയോഗിച്ച് അത് മാറ്റുന്നത്. പുള്ളിക്കാരൻ വരുന്നുണ്ടല്ലോ ഇപ്പം? ആഴ്ചയിൽ ഒരു ദിവസം 2 ആഴ്ച നമ്മൾ ആവശ്യപ്പെടുന്ന അനുസരിച്ച് കൃഷി ഓഫീസിൽ നിന്ന് ആൾക്കാർ വരുന്നത്. നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടും. പിന്നെ പ്രോബ്ലം എന്താ, കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു. ഈ പയറെല്ലാമേ മൂട്ടിലൊന്നും ഒരു വെള്ള പൂപ്പ് പോലെ വന്ന് നശിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വന്ന് കൃഷി ഓഫീസർ വന്ന് നോക്കി അതിൻ്റെതായ ഒരു മരുന്ന് പറഞ്ഞു തന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. കഴിഞ്ഞ് അടുത്ത വരുവാകുമ്പോ ഞാൻ വിളിക്കാം. എനിക്ക് താഴെയുണ്ട് കുറച്ച് പന്നി ശല്യം ആയതുകൊണ്ട് ഇന്നും ചെയ്യാൻ പറഞ്ഞു. പന്നി ശല്യത്തിന് വേണ്ടി ഇപ്പൊ തൽക്കാലം ഒന്നും ചെയ്യാനല്ലേ? ഞാൻ രാവിലെ ചീറ്റ് വെച്ചു. ഇതിന് സോളാർ ചെയ്തേക്കുന്നു. ഇത് മൊത്തം സോളാർ ചെയ്തേക്കാണ്. അതുകൊണ്ടാണ് ഇത്തിരി ചെയ്യാൻ നോക്കുന്നത്. അല്ലെങ്കിൽ ഒന്നും താഴത്തെ ചീറ്റ് വെച്ചു. ചാക്കിട്ട് നോക്കിയായിരുന്ന നെറ്റ് 4 സ്റ്റെപ്പ് പോയിട്ട് വല കെട്ടിട്ട് അതിനെ പോലെ കുത്തിപ്പോകും. ഇതാണ് സോളാർ ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ ഞങ്ങൾ കവർ ചെയ്ത് സോളാർ ഇട്ടേക്കുന്നത്. ഇതൊക്കെയാണ് ഐറ്റം. കപ്പ തന്നെ മെയിൻ. മേലുണ്ട് പുരയില് ഫുള്ളാണ്. കോഴിവളവും ചാണകവും ഇതും ജൈവം തന്നെയാണ് മൊത്തമായിട്ടും. ജൈവവളം രാസവളം ചെയ്യും കുറച്ച്. നേരത്തെ ചെയ്യുന്നതിനേക്കാളും ഇപ്പൊ കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം നമ്മളുടെ പറഞ്ഞ കൂടുതലും ജൈവവള കൃഷി തന്നെ ആവണമെന്ന്. അതുകൊണ്ട് അതിന്റെ പേരിൽ രാസവള പ്രയോഗം കുറച്ച്. ഗവൺമെന്റ് സബ്സിഡി അങ്ങനെയൊക്കെ സബ്സിഡി ഇതുവരെയും കിട്ടിയില്ല. ഓണത്തിന് സാധാരണ ഓണത്തിന് വേണ്ടി നമുക്ക് പച്ചക്കറിക്ക് സബ്സിഡി കിട്ടുന്നതാണ്. ഈ വർഷം ഇതുവരെയും കിട്ടിയിട്ടില്ല. ഈ നിമിഷം വരെയും വന്നിട്ടില്ല.
ഇതും ചേട്ടൻ തന്നെയാണോ? ഇത് ഇപ്പോഴും ചെയ്ത് കാവൽ തക്കണം അതൊക്കെ ചെയ്തു. ഇതൊക്കെ പ്രായത്തിന് കൂടുതൽ നഷ്ടത്തിലാണ്. അളവ് കഴിഞ്ഞ് കിടക്കുന്നു. ഈ അടുത്ത അടുത്ത ഇത് തന്നെയാണ് എറണാകുളം. എനിക്ക് മാറ്റി ആ ഇപ്പൊ ഇത് പാവനിട്ടാലേ അതിന് പാവനില്ല. അതായിട്ട് നിങ്ങൾ കനാഡ ഉണ്ടാക്കി അതല്ല ഇപ്പൊ ചെറാട് ഇപ്പൊ ഇതിനാണ്ടിയുടെ കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞ പിള്ളേര് ഒരു മരുന്ന് പറഞ്ഞു. ആ മരുന്ന് ഇവിടെയൊന്നും ഇല്ല. ഈ നമ്മള് ഓർഡർ ചെയ്ത് വരുത്തി കിട്ടുമെന്ന് പറഞ്ഞു. അവര് തന്നെ അറേഞ്ച് ചെയ്ത് തരോ? ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് എനിക്കുള്ളതാണ് ഈ പണയൊക്കെ വാഴ. ഇതും കപ്പ തന്നെയാണോ? ഇത് കപ്പ മറ്റേ ഏത്തമുണ്ട്. ഏത്ത കുറച്ച് പിന്നെ വിലയൊക്കെ എങ്ങനെയാണ് ഇതിന് കൂടുതലും? 45 രൂപ 50 രൂപ കപ്പ കിട്ടും. 50 രൂപ ഏത്തനും കിട്ടും. മറ്റേ കായ്ക്കാണോ കൊടുക്കണത്? അതാ നമ്മള് പല കുറച്ച് കിലോ തൂക്കി കൊടുക്കും. ഇതിപ്പോ നമ്മള് മൂന്നാമത്തെ സ്റ്റെപ്പാണ്. ആദ്യം വാഴ നട്ട് കൊല മുറിച്ച് അതിന്റെ കന്ന് നിർത്തി. അടുത്തത് ഇത് മൂന്നാം സ്റ്റെപ്പ് കന്ന് നിർത്താനാണ്. ഇപ്പൊ ഈ ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ കളയും. കളഞ്ഞിട്ട് വേറെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ പന്നിശല്യം ഉണ്ടല്ലോ മൊത്തം. ഞങ്ങളതിൽ ഇവിടെ ഉള്ള മൊത്തം ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 ഏക്കർ ഇതിലാണ് ഞങ്ങൾ ഇതിട്ടിട്ട് വ്യത്യാസമുണ്ട്. ഇതിട്ട് വലിയ ശല്യമില്ല. ഇത് വർക്കായി ഇരുന്ന ശല്യമില്ല. എന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകത എന്നുള്ള ഇതില് എന്തെങ്കിലും ടച്ചായി പോയാൽ പിന്നെ പവർ കിട്ടില്ല. അപ്പോഴും ശല്യമില്ല. എന്ന് വെച്ചാൽ പോച്ച പിടിക്കാൻ പാടില്ല. ഓല ഇല അങ്ങനെയുള്ള തടസ്സം വരാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. എവിടെയെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നാല് നമ്മൾ കൊച്ചുപിള്ളേർ നോക്കണം. കൂടെ നോക്കണം. ഇത് ഞങ്ങൾ ഒരാഴ്ചയിൽ ഒരു ദിവസം വന്ന് ഇതിനെ ടൈറ്റ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കും. ഇതിന്റെ കറണ്ട് ആണോ പാസ് ചെയ്യണ? മരിച്ചിന് നമ്മളെ പാവൽ തട്ടില്ലേ അതിന്റെ കയ്യിൽ സിസ്റ്റം ഇരിപ്പുണ്ട്.